നമസ്കാരം. ഇന്നത്തെ പ്രധാന വിപണി വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ കാർഷിക ഇന്ധന വിപണികളിൽ ഇന്ന് ശ്രദ്ധേയമായ ചില മാറ്റങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തെയും കർഷകരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ വിവരങ്ങൾ വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ വിപണിയിലേക്ക് നോക്കാം. സംസ്ഥാനത്തെ വെളിച്ചെണ്ണ വിപണിയിൽ ഇന്ന് വലിയ മാറ്റമില്ലാതെ വില സുസ്ഥിരമായി തുടരുകയാണ്. ശരാശരി 25,600 രൂപയാണ് ഒരു ക്വിന്റൽ വെളിച്ചെണ്ണയുടെ ഇന്നത്തെ വിപണി മൂല്യം. എന്നാൽ ഗുണനിലവാരവും ബ്രാൻഡുമനുസരിച്ച് ചില്ലറ വിപണിയിൽ 1 ലിറ്ററിന് 170 രൂപ മുതൽ 270 രൂപ വരെ വ്യത്യാസം വരുന്നുണ്ട്. കൊച്ചി പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ വിലയിൽ നേരിയ വ്യതിയാനങ്ങൾ പ്രകടമാണ്. വെളിച്ചെണ്ണ വില സ്ഥിരത പുലർത്തുമ്പോഴും പച്ചത്തേങ്ങയുടെ കാര്യത്തിൽ കർഷകർക്ക് അത്ര ശുഭകരമായ വാർത്തയല്ല പുറത്തുവരുന്നത്. പച്ചത്തേങ്ങയുടെ വില പലയിടങ്ങളിലും കിലോയ്ക്ക് 36 രൂപ മുതൽ 53 രൂപ വരെയായി ഇടിഞ്ഞിരിക്കുകയാണ്. ഇത് നാളികേര കർഷകർക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. അടുത്തതായി ഇന്ധന വിപണിയിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. സംസ്ഥാനത്ത് പെട്രോൾ, ഡീസൽ വിലകളിൽ ഇന്ന് നേരിയ വർധനവ് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് ഏകദേശം 107.48 രൂപയും ഡീസലിന് 96.48 രൂപയുമാണ് നിരക്ക്. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 105.66 രൂപയിലും ഡീസൽ 94.65 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റങ്ങളും രൂപയുടെ മൂല്യത്തകർച്ചയുമാണ് പ്രാദേശിക വിപണിയിലും ഈ പ്രതിഫലനമുണ്ടാക്കുന്നത്. നമ്മുടെ നാണ്യവിളയായ കുരുമുളകിന്റെ കാര്യത്തിലേക്ക് വന്നാൽ വിപണിയിൽ വലിയൊരു ഉണർവ് പ്രകടമാണ്. കുരുമുളക് വിപണിയിൽ വില വീണ്ടും ഉയരുകയാണ്. അൺഗാർബിൾഡ് കുരുമുളകിന് ഇന്ന് കിലോയ്ക്ക് 685 രൂപ മുതൽ 700 രൂപ വരെയാണ് ശരാശരി വില. ഗുണമേന്മയേറിയ ഗാർബിൾഡ് കുരുമുളകിന് 800 രൂപയ്ക്ക് മുകളിലാണ് ഇന്നത്തെ നിരക്ക്. വയനാട്, ഇടുക്കി മേഖലകളിലെ കർഷകർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് പകരുന്നത്. വരും ദിവസങ്ങളിലും കുരുമുളക് വിലയിൽ ഈ വർധനവ് തുടരുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. പൊതുവെ വിലയിരുത്തിയാൽ നാളികേര കർഷകർക്ക് തിരിച്ചടിയും ഇന്ധനവിലയിലെ നേരിയ വർധനവ് സാധാരണക്കാരെ ബാധിക്കുന്നതുമായ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എന്നാൽ കുരുമുളക് വിപണിയിലെ കുതിച്ചുചാട്ടം ഒരു വിഭാഗം കർഷകർക്ക് ഗുണകരമാകുന്നു. ഇതുപോലെയുള്ള കൃത്യമായ വിപണി വിവരങ്ങളും സാമ്പത്തിക വാർത്തകളും ഉടനടി അറിയുന്നതിനായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.